നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് ഗൗതം കൃഷ്ണ എന്ന 26-കാരനെ കാണാതായിട്ട് 17 ദിവസങ്ങളാകുന്നു. തിരച്ചിലുകൾ അവസാനിപ്പിച്ച് INS കൽപ്പേനി മടങ്ങിയെങ്കിലും കോസ്റ്റ് ഗാർഡിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഗൗതം കൃഷ്ണയുടെ മാതാവ് രേഷ്മ തളരാതെ കരളുറപ്പോടെ കാത്തിരിക്കുകയാണ് സ്വന്തം മകനെ ഇപ്പോഴും. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഏതാണ്ട് 16 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 16 ദിവസവും കണ്ണീരും കയ്യുമായിട്ട് പുത്തൻതുറയിലെ ഒരു കുടുംബം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രേഷ്മ അന്ന് മുതൽ ആ ഒരു അവസ്ഥയിലാണ്. ഈ ചടങ്ങുകളൊക്കെ ആവുകയാണ്. എങ്ങനെ അവസാനത്തെ ഈ എന്തെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടോ? തിരച്ചിലുകൾ തുടരുന്നു, പ്രാർത്ഥനകൾ തുടരുന്നു, വിഫലം. നമുക്കൊരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. നാളെയാണ് അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ചടങ്ങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ബോഡി കിട്ടാത്തതുകൊണ്ട് എനിക്കതിനകത്ത് ചേരാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ള നടപടികളിലേക്കൊന്നും നമുക്കറിയില്ല. കംപ്ലീറ്റ് സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വള്ളം തന്നെ ഇടിച്ച് ഒലഞ്ഞ് നമുക്കിനി അത് ഉപയോഗയോഗ്യമല്ല. അപ്പോൾ പിന്നെ തന്നെയല്ല, നമുക്ക് പൊതുവേ നമ്മൾ ഭയന്നു പോയി. നമുക്ക് ഇനിയുള്ള മോനെ നമുക്ക് ഈ ഒരു ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ട് ഞങ്ങളൊരു ജോലിയാണ് മോന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് KMMLയിലേക്കാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ഒരു സുരക്ഷിതമായിട്ട് തോന്നുന്നത്, അതായത് എൻ്റെ വീട്ടിൽ നിന്നും പോയി വരാവുന്ന ദൂരത്തിലുള്ള ഒരു ജോലി. പിന്നെ അയാൾ പഠിച്ചതും അവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും സേഫ്റ്റി ആയതുകൊണ്ട് അയാൾ നെബോഷും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ജോലി ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ വീട് വിറ്റ പൈസയായിരുന്നു. ആ പൈസ കൊണ്ടിട്ടാണ് നമ്മളിത് സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ചെയ്തു പോയത്. പിന്നെ ബാക്കി തുടർ ആവശ്യങ്ങൾക്ക് നമ്മൾ പുറത്തുനിന്ന് പൈസ എടുക്കുകയാണ് ഉണ്ടായത്. ഗൗതം കൃഷ്ണയുടെ മാതാവ് രേഷ്മ ഒരു ജീവകാരുണ്യ പ്രവർത്തക കൂടിയാണ്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ശരീരം പോലും നോക്കാതെ പല രീതിയിലും എൻ്റെ ഓർഗൻസ് പോലും ഞാൻ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അച്ഛനില്ലാത്തൊരു കുട്ടിയുടെ കല്യാണം നടത്തി അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് അതിനെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയച്ചു. എല്ലാ കാര്യവും നടപ്പാക്കാനും ഞാൻ എന്ത് കാര്യത്തിനും എല്ലാവരുടെയും കൂടെ നടന്ന്, അത് മൃഗങ്ങൾക്കായാലും വഴിയിൽ കിടക്കുന്ന വയ്യാത്ത പട്ടികളെയൊക്കെ തന്നെ ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി എനിക്ക് നോക്കാൻ പറ്റും. എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ഏതെങ്കിലും വീടുകളിൽ ഏൽപ്പിച്ച് അതിനെ അങ്ങനെ വരെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ നമുക്ക് ഈ ദുരന്തത്തിൽ വന്നൊരു മരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർ, ഇപ്പം മന്ത്രിമാരാവട്ടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ, സാംസ്കാരിക നായകന്മാർ, വ്യക്തിപരമായിട്ട് നമ്മൾ ഒരുപാട് പേര് വന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ഉണ്ടായി. സംഭവിച്ചു. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. നാളത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല.